മക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാതാപിതാക്കളെ കുറ്റപ്പെടുത്താതിരിക്കുക, വിധിക്കാതിരിക്കുക. നമ്മളൊരു കാര്യം ചോദിക്കുന്നു, നമുക്ക് ലഭിക്കുന്നില്ല, അപ്പൊ നമ്മൾ എന്ത് പറയും? അപ്പുറത്തെ വീട്ടിൽ അവൻ ചോദിച്ചതെല്ലാം അവന് കിട്ടുന്നുണ്ട്, എനിക്ക് മാത്രമൊന്നും കിട്ടുന്നില്ല. വിധിക്കാതിരിക്കുക. നമ്മൾ ആരെയും വിധിക്കേണ്ട ആവശ്യമില്ല. മാതാപിതാക്കളെ ഒരിക്കലും നമ്മൾ വിധിക്കരുത്. യേശു വളരെ കൃത്യമായ യേശുവിന്റെ ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചത് 2 ഉദാഹരണങ്ങൾ അച്ഛൻ പറയാം. ഒന്ന്, ഇങ്ങനെ സാബത്ത് ദിവസം ഗോതമ്പ് വയലിലൂടെ നടന്നു പോകുന്ന ശിഷ്യന്മാരും യേശുവും വിശന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ശിഷ്യന്മാർ എന്ത് ചെയ്തു? എന്താണ് ചെയ്തത്? അത് പരിശോധിച്ചു. ഗോതമ്പ് കതിരുകൾ പരിശോധിച്ചപ്പോൾ പരിസരം എന്ത് പറയുന്നുണ്ട് യേശുവിനോട്? സാബത്ത് ദിവസം നിഷിദ്ധമായത് നിന്റെ ശിഷ്യന്മാർ ചെയ്തു, നീ അത് കാണുന്നില്ലേ? അപ്പോൾ യേശു തിരിഞ്ഞ് എന്ത് ചെയ്യുന്നു? ശിഷ്യന്മാരെ ശകാരിക്കുന്നുണ്ടോ? വിധിക്കുന്നുണ്ടോ? നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്ത് ചോദിക്കുന്നുണ്ടോ? ഇല്ല. യേശു എന്താണ് പറയുന്നത്? നിങ്ങളുടെ പിതാവായ ദാവീദും അനുചരന്മാരും വിശന്നപ്പോൾ ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കാനുള്ള കാഴ്ചയപ്പം ഭക്ഷിച്ചില്ലേ? തന്റെ ശിഷ്യന്മാരെ അവരുടെ പ്രവർത്തികളനുസരിച്ച് വിധിക്കുകയല്ല, യേശു ഇങ്ങനെ അവരെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. സുന്ദരമായിട്ടാണ് യേശു തന്റെ ശിഷ്യന്മാരെ ചേർത്ത് പിടിക്കുന്നത്. എല്ലായ്പ്പോഴും നമ്മൾ എല്ലാവരെയും വിധിക്കേണ്ട ആവശ്യം ഇല്ല. പ്രത്യേകിച്ച് മാതാപിതാക്കളെ അവരുടെ കുറവുകളുടെ അടിസ്ഥാനത്തിൽ ഒരിക്കലും നമ്മൾ വിധിക്കേണ്ട ആവശ്യമില്ല.